ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നിഫ്റ്റി 24,000 മുകളിൽ ഇന്ന് സസ്റ്റെയിൻ ചെയ്യുകയും 24,300 ഇന്ന് 300 താഴെ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 300 പോയിന്റാണ് നിഫ്റ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗെയിൻ. സെൻസെക്സും റാലി രേഖപ്പെടുത്തി, ബാങ്ക് നിഫ്റ്റിയും 300 പോയിന്റിന്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഓട്ടോ സെക്ടറിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഗവൺമെന്റ് കൊടുത്ത കാരണം റിയാലിറ്റി മേഖലയിലും ഇന്ന് റാലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 12% ഒരു ഫോൾ ഉണ്ടായി. ഇന്നലെ 8% ഫോൾ ഉണ്ടായി. അപ്പോൾ ഏകദേശം 20% ഇന്ത്യ വിക്സ് ഇടിഞ്ഞു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് 50%-ലേറെ റാലി രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഓൾമോസ്റ്റ് ഒരു 20%-ആണ് ഇടിഞ്ഞിട്ടുള്ളത്. ഗെയിലും കോൾ ഇന്ത്യയും അതല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനീസും എല്ലാം തന്നെ നിഫ്റ്റിയെ ഇന്ന് ശക്തമായ രീതിയിൽ തന്നെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള അല്ലെങ്കിൽ ട്രേഡിങ്ങിനിടയിൽ വലിയൊരു ഡ്രാമയൊന്നും നമ്മൾ കണ്ടില്ല. ഒരേ ഡയറക്ഷനിലേക്ക് നിഫ്റ്റി ഗ്രാജുവലി മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇടയ്ക്കിടെ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടെങ്കിൽ കൂടിയും വലിയ തീവ്രമായിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഒന്നും തന്നെ മാർക്കറ്റിൽ കണ്ടില്ല. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്കത് ഏറെക്കുറെ ധാരണയാകും. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ഒരു ഗ്യാപ്പ് അപ്പിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിഫ്റ്റി ഒരേ ഹൊറിസോണ്ടൽ ആ ഒരു ഫ്ലോയിലാണ് പോയിട്ടുള്ളത്. അതായത് ഇന്നത്തെ ഇൻട്രാഡേ ലോ ആയിട്ടുള്ള 24,200 താഴെ നിഫ്റ്റി പോയിട്ടില്ല. 2 തവണ 24,200 ടെസ്റ്റ് ചെയ്തിരുന്നു. എങ്കിൽ കൂടി നിഫ്റ്റി മുകളിലേക്ക് പോയി അവസാനം 24,316 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നും നിഫ്റ്റിയുടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ONGC, കോൾ ഇന്ത്യ, അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, പവർ ഗ്രിഡ് തുടങ്ങിയ കമ്പനീസാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഐഷർ മോട്ടോഴ്സ്, ടെക്കം, ബ്രിട്ടാനിയ, ടൈറ്റാൻ തുടങ്ങിയ കമ്പനീസിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ പൊതുവേ ഇന്ന് പോസിറ്റീവായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 57,000, തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ 77, ഗോൾഡ് $22,395 പെർ ഔൺസ്. ഓസ്ട്രേലിയ ഗ്രീനിൽ ക്ലോസ് ചെയ്തു, ചൈന ഗ്രീനിൽ ക്ലോസ് ചെയ്തു. കോസ്പി കൊറിയൻ മാർക്കറ്റ് 1.82% റാലി. നിക്കി ജപ്പാൻ മാർക്കറ്റ് 2.51% റാലി. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം 14% ഇടിഞ്ഞു. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,315 സ്പോട്ട് ഉള്ളത്. 24,000 മേജർ സപ്പോർട്ട് സോൺ ആണ്. 25,000 മേജർ റെസിസ്റ്റൻസ് സോൺ. 24,800, 24,500 അടുത്ത റെസിസ്റ്റൻസ് സോണുകളായിട്ടൊക്കെ നിഫ്റ്റിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ മാർക്കറ്റിൽ ഒരു അറ്റ്ലീസ്റ്റ് ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. ഭീകര പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കണ്ടില്ല. നിഫ്റ്റി 24,200 2 തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,000 അത് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ FISൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അപ്പോൾ FISൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് പരിശോധിക്കണം. വലിയ സെൽ ഓഫ് ഉണ്ടായ ദിവസം FIS 10,000 കോടി രൂപയ്ക്കായിരുന്നു സെല്ല് ചെയ്തത്. ഇന്നലെയും അവർ 3,000 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഈ 2 ദിവസങ്ങളിലും DIs അതിന് ഈക്വലൻ്റ് ആയിട്ട് ബൈ ചെയ്തതുകൊണ്ടാണ് മാർക്കറ്റിൽ ആ ഒരു സ്റ്റേബിൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. പിന്നെ റീറ്റെയിലേഴ്സ് നമ്മൾ വളരെയധികം കണ്ണിങ് ആണ്. നല്ല സ്റ്റോക്കുകളിൽ നമ്മൾ ഇടിയുമ്പോൾ കയറുന്ന ഒരു കാര്യമാണ് റീറ്റെയിലേഴ്സ് ചെയ്യുക. അപ്പോൾ റീറ്റെയിലേഴ്സ് ഏറ്റവും കൂടുതൽ FISൻ്റെ സെൻറ്റിമെൻറ്റ്സിനോടാണ് കൂടുതൽ അടുപ്പം പുലർത്തുന്നത് DISൻ്റെ സെൻറ്റിമെൻറ്റ്സിനേക്കാൾ. DISൽ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാ മാസവും എന്തൊക്കെ പറഞ്ഞാലും 20,000 കോടി രൂപ DISൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട് കമ്പനീസിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ വാല്യുവേഷനുള്ള കൂടുതലുള്ള സ്റ്റോക്കുകളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ഡിഫൻസ് ആയാലും മറ്റുള്ള എല്ലാ സ്റ്റോക്കുകളിലായാലും പ്രോഫിറ്റ് ബുക്കിംഗ് കാണുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ് സത്യം. പിന്നീട് അത് കയറി പോകുമായിരിക്കാം. അത് കുറേ ആളുകൾ അത് പാനിക്കായിട്ട് സെല്ല് ചെയ്യും. ദീർഘമായ നിക്ഷേപകർ ഈ ഒരു ഇടിവെല്ലാം തന്നെ അവർ മൈൻഡ് ചെയ്യാതെ ഇരിക്കും. സ്വിങ് ചെയ്യുന്ന ആളുകൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെക്കും. ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ അവർ ട്രേഡ് ചെയ്യും. ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വിക്സ് സ്പൈക്ക് ആവുന്ന ദിവസങ്ങളിൽ മാത്രം പ്രശ്നമുണ്ടാവും. ഇവരുടെ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് മാർക്കറ്റ്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ സെൻറ്റിമെൻറ്റ്സും തന്നെ മാർക്കറ്റിൽ അതാത് ഇൻഫ്ലുവൻസ് ചെലുത്താറുണ്ട്. അത് FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ, FISൻ്റെ ക്യാഷ് മാർക്കറ്റിൽ, DISൻ്റെ അതുപോലെ തന്നെ റീറ്റെയിലേഴ്സിൻ്റെയും ക്യാഷ് മാർക്കറ്റിലും ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള എല്ലാം തന്നെ ആക്ടിവിറ്റീസ് കുറച്ചധികം കീനായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് അതാത് ഡേറ്റാസ് എല്ലാം തന്നെ NSEയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. പക്ഷേ നമുക്ക് അത്ര ഇൻഡെപ്തായിട്ട് പോയില്ലെങ്കിൽ കൂടിയും അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും ന്യൂസ് കാണുകയും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡുകളെല്ലാം തന്നെ മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗ്ലോബൽ ഈവൻറ്റ് ഇൻ ദ സെൻസ്
ബംഗ്ലാദേശിലും അല്ലെങ്കിൽ ജപ്പാനിലുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല, അല്ലാതെയുള്ള ഓരോരോ രാജ്യങ്ങളിലുള്ള വരുന്ന ഇൻഫ്ലേഷൻ ഡേറ്റ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമ്മൾ ഉൾപ്പെടെ ചെക്ക് ചെയ്തിട്ടില്ല. അതെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബിസ്മേറ്റ് ട്രേഡിങ്ങിൽ ഗ്ലോബൽ ഈവൻറ്റിൽ അതെല്ലാം തന്നെ അവൈലബിൾ ആണ്. അതിനും വലിയ പ്രശ്നങ്ങൾ മാർക്കറ്റിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചർച്ച ചെയ്യാത്തത്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് പഠിക്കാനും, ഇനി കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ഓൺലൈനായിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ താഴെ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകളും അതിൻ്റെ ഡീറ്റെയിൽസും അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. നമ്മുടെ ഇൻസ്ട്രക്ടർ നമ്മൾ ഒരു ബോട്ട് സർവീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് വരാം. ആദ്യം ബജാജ് ഓട്ടോയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ട്രയംപ് അവർ 400cc സെഗ്മെൻറ്റിലേക്ക് 2 ബൈക്കുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. 400cc സെഗ്മെൻറ്റിൽ ഏത് കമ്പനിയാണ് ബിസിനസ് ചെയ്യുന്നത്? 400cc ബൈക്ക് ബിസിനസ് ചെയ്യുന്ന കമ്പനീസ് ഐഷർ മോട്ടോഴ്സാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഐഷർ മോട്ടോഴ്സിൻ്റെ ഷെയർ പ്രൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഐഷർ മോട്ടോഴ്സ് ഏകദേശം 0.77% ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം അതേ സെഗ്മെൻറ്റിലുള്ള ഐഷർ മോട്ടോഴ്സ് എൻഫീൽഡ്, ഹിമാലയൻ അല്ലെങ്കിൽ ക്ലാസിക് തുടങ്ങിയ അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ തുടങ്ങിയ വാഹനങ്ങൾ ഐഷർ മോട്ടോഴ്സിൻ്റെ എൻഫീൽഡിൻ്റെ ശ്രേണിയിലുണ്ട്. അതേ ശ്രേണിയിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ബജാജ് ഓട്ടോ ട്രയംഫായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത് 400cc. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഐഷർ മോട്ടോഴ്സിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി, ഫെവിക്കോൾ എന്ന് പറയുന്ന രാജ്യത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള അഡ്ഹസീവ് കമ്പനിയാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്. നെറ്റ് പ്രോഫിറ്റ് 21% സ്പൈക്ക് രേഖപ്പെടുത്തി. അപ്പോൾ ഫെവിക്കോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫെവിക്കോൾ എന്നുള്ള 2 പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. ഇവർക്കിത് മാത്രമല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്ലൈവുഡ് എല്ലാം തന്നെ സ്റ്റിക്ക് ചെയ്യുന്ന അഡ്ഹസീവ് അല്ലെങ്കിൽ പല ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള അഡ്ഹസീവും ഇവർക്ക് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിനുണ്ട്. AIA എഞ്ചിനീയറിംഗ് കമ്പനി ഇവർ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. 500 കോടി രൂപയുടെ ഷെയർ ബൈബാക്കാണ് പ്രഖ്യാപിച്ചത്. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ EV കർവ് എന്ന് പറയുന്ന EV വളരെയധികം കാത്തിരിക്കുന്ന ഒരു വാഹനമാണ് കേട്ടോ. കർവ് എന്ന് പറഞ്ഞ EV കൺസെപ്റ്റ് മോഡലിന് അവർ മുന്നത്തെ തവണത്തെ ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചതായിരുന്നു. അന്ന് ഈ ഒരു സമയത്ത് ഇവർ ഇത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു വാഹനമായിരുന്നു ടാറ്റയുടെ കർവ് എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് 17.49 lakhs ആണ് ഉള്ളത്. ഒരുപാട് പ്രത്യേകതയുണ്ട്. അതായത് 585 കിലോമീറ്റർ ഇവർക്ക് ഇതിൻ്റെ ഒറ്റ ചാർജിൽ വാഹനം റൺ ചെയ്യും. ഫാസ്റ്റ് ചാർജിന് 15 മിനിറ്റാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ EV രംഗത്ത് റവല്യൂഷൻ സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ്. അതുകൊണ്ട് തന്നെ EV രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ ആദ്യം നടത്താൻ സാധ്യത ടാറ്റ മോട്ടോഴ്സ് ആയിരിക്കും ഇന്ത്യൻ കമ്പനികളിൽ. അതല്ലെങ്കിൽ BYD പോലെയുള്ള വിദേശ കമ്പനികൾ ഇതിൽ കൂടുതൽ റണ്ണിങ് ടൈമൊക്കെ കാറുകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് വിദേശ കമ്പനിയാണ്. ഫ്യൂഷൻ ഫിനാൻസ് കമ്പനി IPO പ്രൈസിനേക്കാളും താഴെ പോയിട്ടുണ്ട് കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ്. പല ഡൗൺഗ്രേഡ് പല ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. അതാണ് സ്റ്റോക്ക് താഴെ പോയത്. ഓറിയൻ്റൽ അരോമാറ്റിക് കമ്പനി ഇവർ ഫോഗ് എന്നൊക്കെ പറയുന്ന സ്പ്രേ, അതുപോലെ മറ്റുള്ള സ്പ്രേയും അതുപോലെയുള്ള പ്രൊഡക്ട്സുകളിൽ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഓറിയൻ്റൽ അരോമാറ്റിക് കമ്പനി. നെറ്റ് പ്രോഫിറ്റ് ഇവർ കഴിഞ്ഞ തവണ ലോസാണ് ഉണ്ടാക്കിയത് 6 കോടി രൂപ. ഈ തവണ 11 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി. JET&D കമ്പനി അവർക്ക് 305 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻ കമ്പനി ഇവർക്ക് SBAയിൽ ഇവർക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഡ്യൂസ് ഉണ്ടായിരുന്നു. അത് എൻഡിയർ ഡ്യൂസ് ഇവർ പേയ്മെൻറ്റ് നടത്തി. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിന്ന് വമ്പൻ റാലി നടത്തി. ഗോദാവരി പവർ നെറ്റ് പ്രോഫിറ്റ് 287 കോടി രൂപ. കഴിഞ്ഞ തവണ 230 കോടി രൂപയായിരുന്നു. കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് കമ്പനി വലിയ പ്രൈസിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിശ്ചിത യൂണിറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഈ സ്പ്ലിറ്റ് ചെയ്യുക വഴി കൂടുതൽ ഡിവിഡൻഡൊന്നും നിലവിലുള്ള ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടില്ല. കമ്പനിയുടെ ലിക്വിഡിറ്റി കൂടുതൽ ആളുകൾ വാങ്ങാനായിട്ട് താല്പര്യപ്പെടും. ഡോക്ടർ ലൽപത ലാബ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 82 കോടി രൂപയിൽ നിന്ന് 110 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. കമ്പനി 6 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സി മീഡിയ കമ്പനി ഇവർ കഴിഞ്ഞ തവണ 25 കോടി രൂപ ലോസ് ഉണ്ടായിരുന്നു. ഈ തവണ 10 കോടി രൂപ ലോസ് തന്നെയാണ്. പക്ഷേ ലോസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റി. ആദിത്യ ബിർള ഫാഷൻ കമ്പനി ഇവർ ലോസാണ്. കഴിഞ്ഞ തവണ 140 കോടി രൂപ ലോസ്. ഈ തവണ ലോസ് വർദ്ധിച്ചു, 161 കോടി രൂപ ലോസ്. NLC ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 405 കോടി രൂപയിൽ നിന്ന് 560 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് വർദ്ധിച്ചു. കൊറമൻഡൽ ഇൻ്റർനാഷണൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 494 കോടി രൂപയിൽ നിന്ന്
310 കുറഞ്ഞു. DCM ശ്രീരാം കമ്പനി 27 കോടി രൂപയിൽ നിന്ന് 31 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. രാംകോ സിസ്റ്റം കമ്പനി ഒരു കനേഡിയൻ ഏവിയേഷനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് ടൈപ്പ് ചെയ്തു. ഗാന്ധാരി ഓയിൽ കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്താനായിട്ട് കമ്പനിക്ക് പറ്റി. വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 മുമ്പായിട്ട് എത്താൻ ശ്രമിക്കാം. അപ്പോൾ 7:00 മുമ്പ് 7 മണി തൊട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. 7:00 മുമ്പായിട്ട് ഇടാൻ ശ്രമിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.